നല്ല അവന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 20 മിനിറ്റ്സ് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് ഹിറ്റാവുന്നതാണ്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തില്? കഥ കൊള്ളാം. ഓക്കെ, പടം എങ്ങനെയുണ്ട്? ഇത് നടന്നൊരു സംഭവം തന്നെ, അടിപൊളി പടം തന്നെയാണ്. അത് നമ്മുടെ ഒരു പച്ചയായ, നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പച്ചയായ കാര്യം തന്നെ അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊക്കെ. എങ്ങനെ ടൊവിനോ എങ്ങനെയുണ്ട് ചേട്ടാ? അവര് അന്യ അഭിനയമായിരുന്നു. വിഷ്വലൈസേഷൻ കൊള്ളാം, നല്ലൊരു കണ്ടിരിക്കാൻ പറ്റുന്നൊരു. എങ്ങനെയുണ്ട് നരിവേട്ട? അടിപൊളി പടം. ടോവിനും പൊളിയാണ്. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. ടോവിന അടിപൊളിയായിട്ട് അഭിനയിച്ച് സൂപ്പറാണ്. എങ്ങനെയുണ്ട് ബ്രോ പടം? അടിപൊളി. കാരണം ഈ ഇടയ്ക്ക് കണ്ട് വെച്ച് ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. കാരണം കുറേ കാലത്തിന് വെച്ച് ടോവിനോയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ നല്ല എന്ത് രസമാണ്. കാരണം നമ്മളെ കൂടെ കരയിപ്പിച്ചല്ലേ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കാനാണ്. അതൊക്കെ രക്ഷയില്ല. ടോവിനായിട്ട് കട്ടക്കട്ട നിൽക്കുകയായിരുന്നു. അവരുടെ ഒരു ഇതായിരുന്നു. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പടം? മൊത്തത്തിൽ എനിക്ക് വർക്കായി. എനിക്ക് എല്ലാവർക്കും വർക്കാവും. ഇതൊരു നടന്ന സംഭവമാണ്. കാരണം നമുക്ക് ആ നടന്ന സംഭവം നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ, നമുക്ക് ആ ഒരു സ്റ്റോറി ബേസിൽ കാണുമ്പോൾ നമുക്കത് നല്ല ഹാർട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ബ്രോ എങ്ങനെയുണ്ട് പടം? പടം അടിപൊളിയാണ്, അത് രക്ഷയില്ല. സത്യം പറഞ്ഞ ഒരു ഇമോഷണൽ മൂവിയാണ്. മുത്തങ്ങ കലാപം എല്ലാം തന്നെ കാണിച്ചിരുന്നത് ഹാർട്ട് ടച്ച്. പിന്നെ ടൊവിനോയെ പറ്റി പറഞ്ഞാൽ ഓരോ പടം കഴിയുമ്പോൾ പുള്ളി വേറെ ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെർഫോമൻസ് ബേസ് ആയിരുന്നാലും ഓൾവേസ് എല്ലാവരും അടിപൊളിയായി. അതായത് ഏറ്റവും ചെറിയ റോൾ ചെയ്ത ഒരു റോളത്തിൽ ലാസ്റ്റ് വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ്. സുരാജ് തന്നെ അടിപൊളി പെർഫോമൻസ്. അതുപോലെ എല്ലാവരും അടിപൊളിയാണ്. പിന്നെ നായികയുടെ വിഷ്വൽസും എല്ലാം മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. നല്ല രസമുണ്ട്, നല്ല കൂടിയാണ്. എങ്ങനെയുണ്ട് പടം? നല്ല സിനിമ. ഭയങ്കര കണ്ടിറങ്ങിയിട്ട് ഭയങ്കര വിഷമം ഇങ്ങനെ നിൽക്കുന്നത് എന്തോ. എന്താണ് കണക്ട് ആയോ പടം കണ്ട്? ഭയങ്കരമായിട്ട് ഫീലായി. കരയാനുള്ള ഇതായി. ആ ഒരു നല്ല പടം. എങ്ങനെയുണ്ട് എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ? എല്ലാവരും അടിപൊളി, ഒന്നും പറയാനില്ല. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുണ്ട്. നല്ല പടം, ഇവിടേക്ക് ഒരു വെറ്റുമാരൻ മൂവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ടോവിനോയുടെ പെർഫോമൻസ് കൊള്ളാം. എനിക്ക് വലിയ അറിവില്ലായിരുന്നു, പക്ഷെ നല്ല എക്സ്പീരിയൻസ്. ഓക്കെ, പടം അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളി മേക്കിംഗ് ആണ്. കുറേ നാൾക്ക് ശേഷം ടൊവിനോ തോമസിന്റെ നല്ലൊരു ഇത് കാണാൻ പറ്റി. സൂപ്പറായിട്ടുണ്ട്. മ്യൂസിക്, അതേപോലെ ഡയറക്ഷൻ, അതുപോലെ തന്നെ സൂപ്പറാണ്. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നടന്ന സംഭവം കാണാനുള്ള ആകാംക്ഷ ആൾക്കാർക്കുണ്ട്. അത് പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോഴത്തെ അതായത് പുതിയ തലമുറയ്ക്ക് കാണാൻ പറ്റിയത് അന്നത്തെ കാര്യം ഇത് കാണാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടൊന്നും ഈ സിനിമ അങ്ങനെ തീർച്ചയായിട്ടും തോന്നുന്നില്ല. എന്നാലും വളരെ വളരെ നല്ല രീതിയിൽ ഒരു മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടൊവിനോ തോമസിൻ്റെ ഒരു തിരിച്ചുവരവാണ് വരുന്നത്. എങ്ങനെയുണ്ട്? ഓക്കെ, നല്ല പടം. പടം നല്ല പടമാണ്. എങ്ങനെയുണ്ട് പടം? പിന്നെ ഒരു ടൈം സ്റ്റോറിയാണ്. വളരെ നന്നായി കിട്ടില്ല പടം. ഫസ്റ്റ് വാച്ച് മൂവി ഞാൻ പറഞ്ഞു. കാര്യം നോർമൽ മൂവി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വെറൈറ്റി കോൺസെപ്റ്റാണ്. നമ്മൾ ആ പാട്ടിന് പിന്നലൊക്കെ ആ സാധനമല്ല ഇത്. ഞാൻ ട്രെയിലർ കാണാതെ തന്നെ, പക്ഷേ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിടിലമായിരുന്നു. മനുഷ്യത്വം എന്താണെന്ന് കറക്റ്റ് കാണിച്ചു തരുന്നു. ടൊവിനോ കഴിഞ്ഞ് നമ്മുടെ സുരാജ് വിനാഹം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ടിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ കൊള്ളാം, കിടിലം പടം. ഓക്കെ, പടം കുഴപ്പമില്ല, നല്ല സിനിമയാണ്, വളരെ നല്ല സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാം, കുട്ടികൾക്കും എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാം. 2003 എന്ന സമരത്തിനെ കുറിച്ചുള്ള അത് കുട്ടികളൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. നരിവേട്ട അടിപൊളി പടമാണ്. എല്ലാവരും കാണണം. എനിക്ക് തോന്നുന്നു നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനൊന്നും അറിയില്ല ഇങ്ങനെ ഒരു കാര്യം നടന്നതൊന്നും. ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ ചിലപ്പോൾ ഓർക്കുന്നത്. കാരണം എനിക്ക് തന്നെ, ഞാൻ തന്നെ ഒരു 4, 5, 6 വയസ്സൊക്കെ ഉള്ള സമയത്ത് നടന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളവരൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ടാവണം. മറക്കരുത്, എല്ലാവരും കാണണം. ഭയങ്കര കിടിലൻ പടമാണ്. മേക്കിംഗ് വൈസും ആക്ടിങ് വൈസും എല്ലാം. ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, എവറിത്തിങ് എല്ലാം അപ് ടു മാർക്കാണ്. മൂവി സെറ്റാണ്. ടോവിനോ പിടിക്കിട്ടുണ്ട്. നമ്മൾ ചില ഇമോഷണൽ ആയിപ്പോ ഇപ്പം നടക്കുന്ന ആ ഒരു ഇത് അടിപൊളിയായിട്ടാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് സെറ്റാണ്. എല്ലാവരും വന്ന് കാണാൻ അടിപൊളി.